വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. മെക്സിക്കോയിലെ യുക്കട്ടൻ പെനിൻസുലയിൽ ബാരൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചു. സ്ഥലത്തെ പ്രധാന ടൂറിസ്റ്റ് ഏരിയ ആയതിനാൽ ധാരാളം ടൂറിസ്റ്റുകളെ അധികാരികൾ അവിടെ നിന്നും ഒഴിപ്പിച്ചു. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റഗറി 2 വിഭാഗത്തിൽപ്പെടുന്ന ചുഴലിക്കാറ്റാണ് ബാരൽ ചുഴലിക്കാറ്റ്. ചില ടൂറിസ്റ്റുകളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും 10,000-കണക്കിന് ജനങ്ങളാണ് ബാരൽ ചുഴലിക്കാറ്റിൽ പ്രദേശത്ത് കുടുങ്ങിപ്പോയത്. കരീബിയൻ ദ്വീപുകളിലുടനീളം നാശം വിതച്ച ബാരൽ ചുഴലിക്കാറ്റിൽ ഏകദേശം 11ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ടൂറിസ്റ്റ് റിസോർട്ടുകൾ ധാരാളമുള്ള റിവിര മായയിലും പരിസര പ്രദേശങ്ങളിലും 50% വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ബംഗ്ലാദേശിലെ വടക്കുകിഴക്കൻ മേഖലയിൽ ഉണ്ടായ വെള്ളപ്പൊക്കം 20 ലക്ഷം ജനങ്ങളെ കാര്യമായി ബാധിച്ചു. ചില വിദൂര ഗ്രാമങ്ങൾ ചുറ്റപ്പെട്ടു. ഉയർന്ന നിലയിലുള്ള വെള്ളത്താൽ ചുറ്റപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന 10,000 താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് മാറി. ഒരു മാസമായി തുടർച്ചയായി പെയ്യുന്ന മഴയാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണമായത്. വെള്ളപ്പൊക്കം കാര്യമായി ബാധിച്ച ശുലൻഗഞ്ച് അടിസ്ഥാനപരമായി ഒരു വെള്ളപ്പൊക്ക പ്രദേശമാണ്. ഇതൊരു ഉൾപ്രദേശമാണ്. എല്ലാ ജലവും ഇങ്ങോട്ടാണ് ഒഴുകിയിരുന്നെങ്കിലും അവിടെ നിന്ന് ആ വെള്ളം മേഘ്നശ്ശേരിയിലും അവിടെ നിന്ന് ബംഗാൾ ഉൾക്കടലിലേക്കും പോകുന്നു. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ നിന്നും 140 കിലോമീറ്ററിൽ മാറി 30 കിലോമീറ്റർ നീളത്തിൽ ഒരു ഹൈവേ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിക്കുകയും വെള്ളം ഈ പ്രദേശത്ത് തന്നെ കെട്ടിക്കിടക്കുന്നതിന് കാരണമാവുകയും ചെയ്തു എന്നാണ് ജനങ്ങൾ പറയുന്നത്. കൂടാതെ കനത്ത മൺസൂൺ മഴയും ഫ്ലഡ് വാട്ടറും ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗങ്ങളിൽ വരുന്നതും സ്ഥിതിഗതികൾ കൂടുതൽ ദുർബലമാക്കുന്നു. ധാരാളം ജനങ്ങൾ താൽക്കാലിക ഷെൽട്ടറിലും കുറെ ആളുകൾ ഗവൺമെന്റ് മന്ദിരങ്ങളിലും കഴിയുന്നുണ്ട്. ഗവൺമെന്റിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കുന്നു എന്നതൊഴിച്ചാൽ ജീവിതം വളരെ ദുരിതപൂർണമാണ് ജനങ്ങൾക്ക്. ജബാലിയയിലെ അൽ ബലദ് ഏരിയയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർ കൊല്ലപ്പെട്ടു. ഭാര്യയും ഭർത്താവും അവരുടെ 3 മക്കളുമാണ് കൊല്ലപ്പെട്ടത്. ആവർത്തിച്ചുള്ള സിവിലിയൻ കൂട്ടക്കൊലക്കെതിരെ ഐക്യരാഷ്ട്രസഭ ഇസ്രായേലി സൈന്യത്തെ അതിരൂക്ഷമായി കുറ്റപ്പെടുത്തുന്നു എന്നാണ് റിപ്പോർട്ട്. തീർത്തും ജീവനില്ലാത്ത, കാര്യക്ഷമമില്ലാത്ത ഒരു സംഘടനയുടെ താക്കീതിന് ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ എന്ത് വിലയാണ് ഉണ്ടാവുക? ശുജയയിലും പരിസര പ്രദേശങ്ങളിലും കൂടുതൽ വിനാശകരമായ യുദ്ധമാണ് ഇസ്രായേൽ സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷിഭൂമികളും പുരാവസ്തു നിലങ്ങളുമെല്ലാം ഇസ്രായേലിന്റെ നശീകരണ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. ഒരു പ്രധാന യുദ്ധമേഖലയായ ശുജയയിലെ ഭവനങ്ങളും മറ്റു സിവിലിയൻ സങ്കേതങ്ങളുമാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുജയ്യ ക്യാമ്പ് പരമാവധി നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെയാണ് സത്യം. US പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുന്നതാണ് പുതിയ റിപ്പോർട്ട്. വിശദവിവരങ്ങൾ ചർച്ച ചെയ്യാൻ ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഖത്തറിൽ എത്തിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ചർച്ചയിൽ ഒരു വഴിത്തിരിവുണ്ടായതായി ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അതേസമയം ഹമാസ് അവരുടെ വെബ്സൈറ്റിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഗസ സ്ട്രിപ്പിന്റെ ഭാവി സംബന്ധിച്ച ഫലസ്തീൻ ഇഷ്ടങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്ന ഏതു പദ്ധതികളെയും നിർദ്ദേശങ്ങളെയും ഞങ്ങൾ നിരസിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും പേരിലോ ന്യായീകരണത്തിലോ വിദേശ ശക്തികൾ ഗസ സ്ട്രിപ്പിലേക്ക് പ്രവേശിക്കാനുള്ള പദ്ധതികളെ കുറിച്ചുള്ള ഏതൊരു പ്രസ്താവനകളും നിലപാടുകളും ഞങ്ങൾ നിരസിക്കുന്നു. ഗസ സ്ട്രിപ്പിന്റെ ഭരണം ഞങ്ങളുടെ പലസ്തീൻ ജനതയുടെയും അതിന്റെ എല്ലാ ഘടകങ്ങളുടെയും അംഗീകാരം ആവശ്യമുള്ള തികച്ചും ഫലസ്തീനിയൻ ജനതയുടെ വിഷയമാണ്. ചുരുക്കത്തിൽ യുദ്ധാനന്തര ഫലസ്തീന്റെ മണ്ണിൽ ഏതെങ്കിലും ഒരു വിദേശ ശക്തിയുടെ സാന്നിധ്യം അവർ അംഗീകരിക്കുന്നില്ല എന്നാണ്. ഇസ്രായേൽ പറഞ്ഞിരുന്നത് യുദ്ധാനന്തരം ഗസയെ അവർ നിയന്ത്രിക്കുമെന്നായിരുന്നു. അല്ലെങ്കിൽ തത്തുല്യമായ മറ്റു മാർഗങ്ങളിലൂടെ ഗസയെ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നിലയിലാക്കുമെന്നായിരുന്നു. ഹമാസിന്റെ ഈ പ്രതികരണം തത്വത്തിൽ ഹമാസ് ഇസ്രായേലുമായി ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മുൻ ഇസ്രായേലി നിയമമന്ത്രിയായിരുന്ന ബൈലിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഹമാസും ഇസ്രായേലും ബന്ദി കൈമാറ്റ കരാറിൽ ചില കാതലായ മാറ്റങ്ങൾ വരുത്തി എന്നതിൽ എനിക്ക് വേണ്ടത്ര ഉറപ്പില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആളുകൾ പറയുന്നുണ്ട് അത്തരത്തിലുള്ള നീക്കുപോക്കുകൾ നടക്കുന്നുണ്ടെന്ന്. ഇസ്രായേലി ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കുന്നത് എന്തിനേക്കാളും നേരെ അവിടുത്തെ പൊതുജനാഭിപ്രായമാണ്. ഒക്ടോബർ 7 ശേഷമുള്ള പ്രഥമ പരിഗണന ഹമാസുമായി പരോക്ഷമായ ഒരു കരാറിലൂടെ ബന്ദികളെ മോചിപ്പിക്കുക എന്നതിലാണ്. കരാറിന്റെ ചില വ്യവസ്ഥകളെ ഇസ്രായേൽ ആദ്യമേ തള്ളിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് ഇസ്രായേൽ ഭൂരിപക്ഷത്തിന്റെയും അമേരിക്കയുടെയും സമ്മർദ്ദം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ വെടിനിർത്തലും ചീറ്റിപ്പോയി എന്നുള്ളത് തന്നെയാണ്. ഫലസ്തീന മണ്ണിൽ പുതിയൊരു തലമുറ ഉടലെടുക്കില്ല എന്ന് ഉറപ്പാക്കുന്നവരെ ഇസ്രായേൽ ഈ നശീകരണ പ്രക്രിയ തുടരുകയും അമേരിക്കയും മറ്റു സഖ്യരാജ്യങ്ങളും മൗനാനുവാദം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം.